ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങൾ മുട്ട വന്നിട്ട് ചൊല്ലുന്നു, നബിയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നന്റെ അസ്സലാമു അലൈക്കും ചൊല്ലറോ ചൊല്ലുന്നു. അഖ്രി ഉമർ അസ്സലാം, നിങ്ങൾ ഉമർക്ക് നന്റെ ഒരു സലാം ചൊല്ലറോ ചൊല്ലുന്നു. എന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലറോ വഅഖ്ബിറുഹു അന്ന ഗളബഹു ഖിസ്സുൻ വറിളാഹു ഹുക്മുൻ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലറോ, ഉമറെ നിങ്ങൾ അർസുണ്ടല്ലേ, നിങ്ങൾ അർസ അതൊരു ഇസ്സത്തായിട്ട് ചൊല്ലോറ് ചൊല്ലിട്ടായിട്ട്. അപ്പൊ ഉമർ ഖത്താബിന്റെ അർസ അതൊരു ഇസ്സത്തായിട്ട്. ചില ആൾമാരുടെ അർസ ഇത് ഇസ്സത്തല്ല, അത് അപകടമായിട്ട്. ഉമർ ഖത്താബിന്റെ അർസ അങ്ങനല്ല, ഇസ്സത്തായിട്ട് ചൊല്ലിട്ടായിട്ട്. കാരണം എന്തേ, ഉമർ റളിയല്ലാഹു അൻഹു എല്ലാത്തിനും അർസ പറയല, അർസ പണ്ടേക്ക് മാത്രമായിട്ട് അർസ പണ്ട്. ഞങ്ങളേലും വ്യത്യാസം ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തൊട്ടേക്ക് പിടിച്ചേക്ക് അർസായിട്ട്. ഞങ്ങളെ അർസ ഇസ്സത്തല്ല, ഞങ്ങളെ അർസ അപകടമായിട്ട്. ഉമർ ഖത്താബിന്റെ അർസ ഏറ്റവും ഇസ്സത്ത് ചൊന്നിട്ടു ഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം ചൊന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ എന്താണ് ചൊന്നു, വറിളാഹു ഹുക്മുൻ. നബിയെ ഉമർ ഖത്താബിന്റെ ചൊല്ലോറു, നിങ്ങൾ ആ തൃപ്തി ഉണ്ടല്ലേ, ആ തൃപ്തി നിങ്ങൾ കൊണ്ട് സൈലന്റ് ആയി നിൽക്കരുത്. അതൊരു നീതിയായിട്ടിക്കരുത്, അതൊരു നിയമമേ ആയിട്ടിക്കരുത്, അതൊരു വിധിയായിട്ടിക്കരുത് ചൊന്നിട്ടു നിങ്ങൾ ചൊല്ലോറോ ചൊന്നിട്ടു ഹാനായ ജിബ്രീൽ അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് ചൊല്ലുന്നു. ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു, നക്ക് ഈ ഭൂമിയുടെ മേലില് നബി തങ്ങളെ പിർസുണ്ടല്ലേ, അത് ഏറ്റവും ടോപ്പ് പിർസായിട്ടിക്കരുത്, അത് ചൊല്ലുകയില്ല. പിന്നെ ഈ ഭൂമിയുടെ മേലിൽ യാര പിർസ നക്കുല്ലേ ഉമർ ഇബ്നു ഖത്താബ് ചൊല്ലിട്ടായിട്ടിക്കരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചൊല്ലു. നക്ക് നബി തങ്ങ പുട്ടുണ്ടായെങ്കിൽ പിന്നെ യാറെ പിർസനക്കുല്ലേ ഉമർ ഇബ്നു ഖത്താബ് ചൊല്ലിട്ടായിട്ടിക്കരുത്. അത് ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവൻക്ക് കിടക്കര ആ ഒരു രോഗ അവസ്ഥയിൽ കിടന്നപ്പ അപ്പ വന്നിട്ട് ഒരു സ്വഹാബിക്ക് കേട്ടാറ്, മാതാ തഖൂലു റബ്ബിക വഖദ് വല്ലൈത ഉമറ. അല്ല അബൂബക്കർ സിദ്ദീഖ്, നിങ്ങിപ്പ ഉമർ ഖത്താബിന്റെ നെക്സ്റ്റ് ഖലീഫയായി നിങ്ങൾ വെച്ചിരാനല്ലേ. അപ്പൊ നെക്സ്റ്റ് ഖലീഫ നിങ്ങൾ ഉമർ ഖത്താബ് ചെന്ന് നിങ്ങൾ ഇവിടെ നിയമക്കാക്കിട്ട് വെച്ചിരാറല്ലേ. റബ്ബ് മാത്രം നിങ്ങളായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ചൊല്ലുവാറോ ചൊന്നിട്ടു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചില ആൾമാർ വന്നിട്ട് കേട്ടാറ്, ചില സ്വഹാബത്ത് വന്ന് കേട്ടാറ്. അപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പലക്കെതിരവുന്നുണ്ടാകും. അഖൂലു ലഹു വല്ലൈതു അലൈഹിം ഖൈറ. റബ്ബ് മാത്രം തന്നെ നാളെ കേട്ടിട്ടുണ്ടെങ്കിൽ റബ്ബ് റെഡി ഞാൻ ചൊല്ലേ, പടച്ച റബ്ബേ ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവരാണ്, ഏറ്റവും നല്ലൊരു ലീഡറായിട്ടിക്കര് ഞാൻ നിയമക്കാക്കിരെ ചെന്ന് ആ ധൈര്യത്തിൽ ചൊല്ലുവായിട്ടിക്കര് ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലാട്ടുപോട്ട അല്ലെന്ന് ഞാൻ നിയമക്കാക്കിയതല്ല, പൈസ തന്ന കാരണത്തിന് വേണ്ടിയിട്ട് ഞാൻ അധികാരാക്കി കൊടുത്തിരല്ല. പിന്നെ ഏറ്റവും നല്ല ആൾമാർ, ഏറ്റവും നല്ല ആളായിട്ടിക്കര് അന്നത്തെ കാലത്തില് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനാണ് ധൈര്യത്തിൽ ചൊല്ലുവായിട്ടിക്കര് ഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതല്ലേ ഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിലൊരു നാൾ ഇങ്ങനെ ബുദ്ധിമുട്ടോണ്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടോണ്ടിരിക്കുന്ന സന്ദർഭത്തില് അപ്പ ബാക്കിയുള്ള കേട്ടാറ്, അല്ല ഉമർ ഖത്താബ് നിങ്ങൾ ബുദ്ധിമുട്ടുള്ള കാരണം എന്തായിട്ട്. അപ്പൊ ഉമർ ഖത്താബ് ചന്ദ്ര ഒന്നുണ്ടാ യൂഫ്രട്ടീസ് ആ നദിയുടെ തീരത്ത് മാത്തു ഏതെങ്കിലും ഒരു ആട് മാത്തു ആഹാരം കിട്ടാണ്ട് ചത്തെങ്കില് പടച്ചുറ ഭദ്രകാലത്തിൽ നണ്ട് ഹിസാബ് എടുക്കുവാനാ, നണ്ട് ജഡ്ജ്മെന്റ് ആക്കുവാനാ ചെന്നൊക്കെ പേടിയോട് ചെന്നിട്ടായിരിക്കല് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. യൂഫ്രട്ടീസ് ആ നദിയുടെ തീരത്തില് ഒരു ആട് മാത്തു ആഹാരം കിട്ടാണ്ട് മാത്തു ചത്തുപോയെങ്കിൽ അതിന്റെ കാരണത്തിലുള്ള രണ്ട് റബ്ബ് ജഡ്ജ്മെന്റ് ആക്കുവാനാ ചെന്നൊക്കെ പേടിയോട് ചെന്നിട്ടായിരിക്കല്. അങ്ങനത്തെ ഒരു പടച്ചുറപ്പിടെ പേടിയുള്ള നേതാവായിട്ടിക്കര് ഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നൊരു നല്ലൊരു വിഷയമുണ്ട്. ഉമർ ഖത്താബ് അവർക്ക് ചൊല്ലുന്നു, ലാ തൻദുറു ഇലാ ഖിയാമി അഹദിൻ വലാ ഇലാ സ്വലാത്തി. ഒരാള് ചൊമ്മ നിങ്ങൾ നിസ്കരിക്കാനാ ചെന്നിട്ടു അവൻ നല്ലവണ്ണം ചൊന്ന് നിങ്ങൾ പേരിക്കണ്ട. ഉമർ ഖത്താബ് ചെന്നൊരു പലക്കായിട്ടിക്കര് ഒരുത്തരെ നിസ്കാരത്തിന് നിങ്ങൾ നോക്കിയിട്ട് അവൻ നല്ല ആള് ചെന്ന് പേരിക്കണ്ട. വലാ ഇലാ സിയാമിഹി, അവನು ചൊമ്മ നോമ്പിടിക്കറ വാർത്തൽ 2 നോമ്പിടിക്കറ, വാർത്തൽ 3 നോമ്പിടിക്കറ, അല്ലെങ്കിൽ ആ നിങ്ങൾക്ക് ഇത്ര നോമ്പിടിക്കറ ചെന്നിട്ടു അതെന്തോ നിങ്ങൾ നോക്കണ്ട ബാബ. യഥാർത്ഥത്തിൽ അവന്റെ നിങ്ങൾ നോക്കോളൂ 3 സ്വഭാവം ഉണ്ട് ചൊന്ന് നിങ്ങൾ നോക്കോളൂ. 3 സ്വഭാവം ഉണ്ടാ
എന്നുണ്ടെങ്കിൽ ഓർത്തർ നല്ല മുൻസാജൊന്ന് ചൊല്ലാജൊന്നിട്ടായിരിക്കേ ഉമർ ഖത്താബ് മൂന്ന് സ്വഭാവം വേണം. അപ്പൊ കാല് നിസ്കാരത്തിന് മയ്യാവല, കാല് നോമ്പിടിച്ച മയ്യാവല. ഈ മൂന്ന് സ്വഭാവം എന്തെങ്കിൽ മാത്രമായിട്ടിക്കോ യഥാർത്ഥമായിട്ടും ഒരു മനുഷ്യ അവിടെ ചെന്നിട്ട് ഉമർ ഖത്താബ് ചെന്നു. ഒന്നെന്തിനെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഹദ്ദസ സ്വദഖ, നാവലോണ് ചൊല്ലത് നേര കളവാ ചെന്ന് നോക്കും. ചൊല്ല പലക്ക നാവല് പണ്ട് പലക്ക നേര് ചൊല്ലണ എന്തെങ്കിലും ആള് ഓക്കെ. നാവല് പുട്രേമാ എപ്പോ നോക്കിയാൽ ബടായേ പുട്രേ, എപ്പോ നോക്കിയാൽ ലാട്ട്പൊട്ട ഇട്ടിക്കണവൻ ആക്കടെ എന്നിട്ടെങ്കിൽ ആൾ ഡേഞ്ചറസ് ചെന്നിട്ടായിരിക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടും ഓൻ നല്ലവണ്ണം ചൊല്ലുണ്ടാവില്ല. ഓ എത്ര നിസ്കരിക്കട്ട്, എത്ര ഖുർആൻ ഓതട്ട്, എത്ര നോമ്പിടിക്കട്ട്, നാവല് മുട്ടരുത്. ഓൻ ബടായിട്ടായെങ്കിൽ, കളവുണ്ടായെങ്കിൽ, നോക്കിയിട്ടായെങ്കിൽ ഓണ്ട് നല്ലവണ്ണം ചൊല്ലുണ്ടായിട്ടില്ല ചെന്നിട്ടായിരിക്കും ഉമർ ഖത്താബ് ചൊല്ലുന്നത്. എന്നിട്ട് രണ്ടാമത് ചൊത്തു അവന്റെ മാത്രം വിശ്വാസം വെച്ചിട്ട് മാത്രം തെച്ചുണ്ടായെങ്കിൽ ആ വിശ്വാസത്തെ വഞ്ചനാക്കടാണ് എന്നിട്ടായെങ്കിൽ അവൻ നല്ലവനല്ല ചെന്നിട്ടായിരിക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. ഇത്ര കെട്ട് നിന്റെ പൈസ എത്തുവാട്ടാ ചൊന്നിട്ടു അണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിഞ്ഞു പറഞ്ഞു നോക്കാത്തവണു, അല്ലണ്ടായെങ്കിൽ പലക്ക കൊടുത്തതിരെ തപ്പിനടക്കണവണു, ഡോങ്കിയാക്കടവണു, വഞ്ചനാക്കടവണു. ഓൻ യഥാർത്ഥമായിട്ട് മുസ്ലിം അവനക്ക് സാധ്യതയില്ല ചെന്നിട്ടായിരിക്കും. യഥാർത്ഥമായിട്ട് ഓൻ നല്ലവണ്ണം ചെന്നിട്ടു ചൊല്ലുണ്ടാവില്ല ചെന്നിട്ടായിരിക്കും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. രണ്ടാമത്തെ സ്വഭാവം. മൂന്നാമത്തെ സ്വഭാവം ഏത് ചെന്നിട്ടുണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിലും ഓണുകു ഹറാമിനെ തൊട്ട് ജാഗ്രത ഉണ്ടാ എന്നിട്ടായെങ്കിൽ ഓ നല്ല ആള് ചെന്നിട്ടായിരിക്കും. ഒരു പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ഹലാലായിട്ടിക്കുക ഹറാമായിട്ടിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പൈസ കൊടുക്കുമ്പോ ഇതിനൊക്കെ ഹലാലായിട്ടിക്കുക ഹറാമായിട്ടിക്കുക. ഹലാലും ഹറാമും ഇതിന് വിഷയത്തിലോട് കണ്ടീഷൻ ആയിട്ടിക്കാണ് എന്നിട്ടെങ്കിൽ അവൻ നല്ല ആള് ചെന്നിട്ടായിരിക്കല് ഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അത്രത്തോളം പുറത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ നോമ്പിടിച്ചെങ്കിൽ മാത്രല്ല അവിടെ നോക്കൊടുക്കില്ലേ. യഥാർത്ഥത്തിൽ ഈ മൂന്ന് സ്വഭാവം വേണം ചെന്നിട്ടായിരിക്കല് ഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനത്തെ നേതാവായിട്ടിക്കല് ഹാനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് രണ്ടാമത്തെ നേതാവ് ചെന്നിട്ടുണ്ടെങ്കിലും ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു എത്രത്തോളം ഖുർആനെ പിറുസാക്കിയിട്ട് ചെന്നിട്ടുണ്ടെങ്കിലും ഉമർ ഖത്താബ് ഖുർആന്റെ ഏതൊരു ആയത്ത് അദാബുടെ ആയത്ത് ഇങ്ങനെ പറമ്പുത്തുക, പിന്നെ അതിനെ മുന്നോൽ പോട്ടത് ഭാരി കസ്താ ചെന്നിട്ടായിരിക്കും, പിന്നെ അയാൾക്ക് മുന്നോൽ ഓതുകാവില്ല ചെന്നിട്ടായിരിക്കും. അദാബുടെ ആയത്ത് മാത്രം ഇങ്ങനെ ബന്ധുണ്ടായെങ്കിൽ പിന്നെ ഇങ്ങനെ തെച്ച് ഉൾപ്പെടു ചെന്നിട്ടായിരിക്കും. എത്രമാത്രം അള്ളാഹുടെ പേടിയായിട്ടിക്കരുത്. ഇത്ര പേര് ഖലീഫയായിട്ട് പോലും പടച്ച റബ്ബുടെ പേടി എന്തുമേൽ കൊറടിയായിട്ടില്ല ചെന്നിട്ടായിരിക്കും. നങ്ങമാന്നു പള്ളിയുടെ ഒരു അധികാരം വലിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെ റായത്തിലൊരു അധികാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നങ്ങമേ വില ബൊമ്പറായിട്ടിരിക്കും. എല്ലാ വിഷയത്തിലും ഒരാളെയും പേടിയില്ല, എല്ലാം നങ്ങാക്കിയ പോലെ ചെന്നിട്ടായിരിക്കും. യഥാർത്ഥത്തില പഠിക്കനായി ഖലീഫമാരെ ആടലിത്തായിട്ടിരിക്കും. ഈ ഖലീഫമാർ അങ്ങനെ ജീവനായിട്ടിരിക്കും പഠിക്കനായി. ഇത്ര പേരും ഖിലാഫത്ത് കിട്ടിയിട്ട് പോലും ഖുർആൻ ഓതുമ്പത്തുക ഇങ്ങനെ പുൽപ്പിട്ടോണ്ടിക്കോ ചെന്നിട്ടായിരിക്കും സ്വഹാബത്ത് പഠിപ്പാട്ട്. ഒരു നാൾ യാറത്തെ നാളും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഓതുരെ യൂസുഫ് സൂറത്തായിട്ടിരിക്കും. ഇശാ നിസ്കാരത്തിലും സുബൈ നിസ്കാരത്തിലും ചെന്നിട്ടു സ്വഹാബത്ത് ചൊല്ലാറ്. സുബൈ നിസ്കാരത്തിലും ഇശാ നിസ്കാരത്തെ സന്ദർഭത്തിലും യാറ ഓതുരെ യൂസുഫ് സൂറത്ത് ചെന്നിട്ടായിരിക്കും. അങ്ങനെ യൂസുഫ് സൂറത്ത് ഇങ്ങനെ ഓതുമ്പത്തുക ഇങ്ങനെ കണ്ണിലിങ്ങനെ തണ്ണിയിൽ ചെന്നിട്ടായിരിക്കും. കണ്ണിലിങ്ങനെ നിസ്കാരത്ത് കഴിയുമ്പോ ഓതിയിരിക്കുമേ കണ്ണിലിങ്ങനെ തണ്ണിൽ ചൊണ്ടിക്കോ ചെന്നിട്ടായിരിക്കും. അങ്ങനെ യൂസുഫ് സൂറത്തിലെ 86-ാമത്തെ ആയത്തിലായിട്ടിക്കര് ഇന്നമാ അശ്കു ബത്തി വഹുസ്നി വഹുസ്നി ഇലല്ലാഹ്. മഹാനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അയാൾ ചൊല്ലൊരു പലക്കൊണ്ടു ഞാൻ എന്റെ എല്ലാ ബേജാറിനെയും ദുഃഖത്തെയും എന്റെ പടച്ചറപ്പെടുമെന്നുള്ളതാണ് അന്യായമായിട്ട് ഞാൻ ചെല്ലെ അവന്റെ മേലാണ് പിന്നെ ചെല്ലെ ചൊല്ല്. ഈ ഒരു പലക്കിങ്ങനെ പറമ്പത്തുക, ഈ ഒരു ആയത്തിങ്ങനെ പറമ്പത്തുകയും സൂറത്ത് യൂസുഫിന്റെ 86-ാമത്തെ ആയത്തിൽ എത്തുമ്പത്തുക ഭയങ്കരമായിട്ടും ഉൾപ്പെടും. എവിടത്തോളം ചെന്നില്ലെങ്കിലും 5-ാമത്തെ സഫിലുള്ള ആൾമാർക്ക് പോലും ഈ ഉൾപ്പ് കേൾക്കോ ചെന്നിട്ടായിട്ടിരിക്കുക. അത്രത്തോളം ഖുർആന്റെ ഒരു ആയത്തിങ്ങനെ പറമ്പത്തുക ഉൾപ്പിട്ട ആളായിട്ടിരിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിനെ കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ കാരണത്തിലായിട്ടിരിക്കല്ലേ എപ്പോഴും നോക്കുമ്പോ കണ്ണില് 2 ഗീട്ടുള്ള കാരണതായിട്ടിരിക്കും. കണ്ണടെ ആ കൗലവിടെ 2 ഗീട്ടായിട്ടിരിക്കും. പുൾപ്പിട്ട് ആ തന്നി വലിയെതിരെ ഗീട്ടവിടെ കലവിടമേ ബാക്കി ചെന്നിട്ടായിട്ടിരിക്കും. ഷഹാബത്ത് ചൊല്ല്
മാത്രല്ല ഖുർആൻ അയല് സ്വഹാബത്തിട്ടുകയും ഖുർആൻ പഠിക്കണം വേണ്ടിയിട്ട് ചൊമ്മ പ്രേരണ കൊടുത്താലായിട്ട് ഒരു കാലത്തില് ഏതാ ഒരു അവസ്ഥയിൽ നിന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കൂ പിന്നെ ഖുർആനായിട്ടുള്ള അറ്റാച്ച്മെന്റ് എത്ര അത്രത്തോളം സ്വഹാബത്തിനെ ഭയങ്കരമായിട്ട് പ്രേരണ കൊടുത്തു ഖുർആൻ പഠിക്കണു ഖുർആനെ പിന്നെ ശരിക്കും നിങ്ങൾ ഓതുന്നു പഠിക്കണു ശരിക്കും ഖുർആൻ നിങ്ങൾ പഠിക്കണു ചെന്നിട്ടു സ്വഹാബത്തിനെ പ്രേരണ കൊടുത്തോണ്ടിരുന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫത്തും അതേപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ഡമസ്കസും അതേപോലെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബസ്റത്തും ഇങ്ങനെ ഓരോ സ്വഹാബത്തിനെ ഖുർആൻ ആൽമാർക്ക് പഠിപ്പാട്ടോണ്ട് വേണ്ടിയിട്ട് വേറെ വേറെ റായത്തിങ്ങനെ കടത്തിക്കൊണ്ടിരുന്നിട്ടായിട്ട് ചരിത്ര പഠിപ്പാട്ട് മാത്രല്ല എത്രയോ അഭിപ്രായങ്ങൾ ഈ നോക്കോട് മഹാനായ സ്വഹാബത്ത് ചൊല്ലാറ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനിടയിൽ ഏതെങ്കിലും ഒരു ചർച്ചാകുമ്പോഴത്തേക്കും ഓരോരാളും ഓരോ അഭിപ്രായം ചൊല്ലുവാറ് ഉമർ ഖത്താബ് ചൊന്ന അഭിപ്രായത്തിൽ ആയിട്ട് അവിടെ ജഡ്ജ്മെന്റ് നടത്തുന്ന ചെന്നിട്ടായിരിക്കും ജഡ്ജ്മെന്റ് നടത്തുക മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായം ചെന്നിട്ടായെങ്കിലും അതേ അഭിപ്രായത്തെ ഒത്തുട്ടായിട്ട് ഖുർആൻ ഇറങ്ങട്ടെ ചെന്നിട്ട് പോലും സ്വഹാബത്ത് ചൊല്ലാറ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായം ചെന്നിട്ടായെങ്കിലും അതേ വിഷയം ഒപ്പിട്ടായിട്ട് അതേപോലെ ആയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് ചൊല്ലു ചെന്നിട്ടായിട്ട് ഉദാഹരണക്ക് ഏതുപോലെ ചെന്നിട്ടായെങ്കിൽ തവാഫാക്കൽ പിന്നെ മഖാം ഇബ്രാഹിമിയുടെ ബാക്കിൽ നിസ്കരിക്കണമുണ്ട് മഖാം ഇബ്രാഹിം ഇല്ലേ മഖാം ഇബ്രാഹിം ചെന്നെതിരെ മഖാം ഇബ്രാഹിം ചെന്നെങ്കിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം കാബ കെട്ടുമ്പോ നിന്റെ ആ പ്ലേസ് ആയിട്ടിരിക്കുന്നത് അപ്പ നിന്റെ കല്ല് അവിടെ ഉണ്ട് അപ്പ ഈ മഖാം ഇബ്രാഹിമിയുടെ ബാക്കില് അണ്ട് നിസ്കരിച്ചോണ്ടില്ല ഫസ്റ്റ് നിസ്കരിച്ചോണ്ടില്ല ആണ് ഓർക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കാബത്തോടെ ഇങ്ങനെ പോയിട്ടിരിക്കുമ്പോ അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത് അല്ല നബിയെ പിന്നെ തവാഫാക്കിട്ടിരിക്കുമ്പോ ഉമർ ഖത്താബ് പൊട്ടിക്കൊണ്ടു അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എടുത്ത് ഹാദാ മഖാമു അബീന ഇബ്രാഹിം അലൈഹിസ്സലാം നബിയെ ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നിന്റെ ജാഗയല്ല നബിയെ ഇത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മഖാമുള്ള ജാഗയല്ലേ ചെന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോ അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു പൊക്കോ ചെന്നു ഇത് ഇബ്രാഹിം നബി ഇസ്ലാം നിന്റെ ജാഗ മഖാം ഇബ്രാഹിം ചൊല്ലി അറിയപ്പെട്ട ജാഗ ചെന്നിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അപ്പ ഉമർ ഖത്താബ് എടുത്ത് അല്ല നബിയെ അഫലാ നത്തഖിദുഹു മുസല്ല അവിടെ നിന്ന് നിസ്കരിച്ചെങ്കിൽ എന്തേ ചെന്ന് കേട്ടു അപ്പ അണ്ട് തോലും ഒരു സ്വഹാബികമോ അതിനെ മുട്ട നിസ്കരിച്ചോണ്ടില്ല ഞങ്ങളുടെ നിസ്കരിച്ചെങ്കിൽ എന്തേ ചെന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കേട്ടു അങ്ങനെ അഭിപ്രായം മാത്രമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്കിയത് ജഡ്ജ്മെന്റ് ഒന്നും അല്ല അവിടെ നിങ്ങൾ നിസ്കരിച്ചെങ്കിൽ എന്തേ എല്ല് പാർക്കുമ്പോ ഫലം യൽബത ഇല്ലാ യസീറ ഒരിയ നേരമേ കഴിഞ്ഞിരത്തരെ ഹത്താ നസറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വന്നിട്ട് ചൊത്തു നബിയെ വത്തഖിദു മിൻ മഖാം ഇബ്രാഹിം മുസല്ല നിങ്ങ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ മഖാം അതിന്റെ ജാഗിരെ അവിടെ നിങ്ങൾ നിസ്കരിക്കോരോ ചെന്നിട്ടു ജിബ്രീൽ അലൈഹി ഇസ്ലാം അതേ അഭിപ്രായത്തെ ഒത്തുട്ടായിട്ട് ഖുർആന്റെ ആയത്ത് ചൊന്നിട്ടായിട്ട് പരിശുദ്ധ ഇസ്ലാം ഞങ്ങളെ പഠിപ്പാട്ട് മുഫസ്സിരീങ്ങൾ ഈ വിഷയ വ്യക്തമായിട്ടും ഞങ്ങളെ പഠിപ്പാട്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതൊരു അഭിപ്രായം ചൊല്ലാം യാരത്തെ അഭിപ്രായത്തെ അനുസരിച്ചിട്ടായിരിക്കും ഖുർആൻ അതേപോലെ ആയത്ത് ഇറങ്ങിക്കൊണ്ടിരുന്ന ചൊന്നിട്ടായിട്ട് ഖുർആൻ പിന്നെ മുഫസ്സിരീങ്ങൾ ഞങ്ങളെ പഠിപ്പാട്ട് ഇത് ഒരു ഉദാഹരണം മാത്രമായിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഒരേ ഉദാഹരണങ്ങൾ ഉമർ ഖത്താബ് കൊത്തിട്ട് ആയത്ത് ഇറങ്ങിയത് വേറെയും കുറെ ഉദാഹരണങ്ങളുണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ചൊല്ലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഖലീഫമാരെ മനാഖിബ് അത് ധാരാളം പഠിക്കുന്നതും അത് ജീവിതത്തിൽ വലിയൊരു പാഠമാക്കുന്നതും അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ അങ്ങനെ ജീവന ചരിത്രം പഠിച്ചിട്ട് അതേ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുകയും അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരണം റഹ്മാനെ ആമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു